ഹരേ കൃഷ്ണ. എൻ്റെ കണ്ണ, പരമഭക്തനായിരുന്ന വില്വമംഗലം സ്വാമിക്ക് ഭഗവാൻ മോക്ഷം നൽകിയ കഥയുടെ ചെറിയ വിവരണം നോക്കിയാലോ? ഭഗവാന്റെ ഭക്തരിൽ എന്നും ഭഗവാനോട് അടുത്തു നിൽക്കുന്നവരിൽ ഒരാളായിരുന്നു വില്വമംഗലം സ്വാമി. എന്നും ഭഗവാനെ പൂജിച്ചും ഭഗവാന്റെ നാമം ജപിച്ചും കഴിഞ്ഞുകൂടിയ ഒരു ഭക്തനായിരുന്നു അദ്ദേഹം. ഒരിക്കൽ വില്വമംഗലം സ്വാമിക്ക് സഹിക്കാൻ കഴിയാത്തൊരു വയറുവേദന വന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹം ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഈ ഇടയ്ക്ക് എനിക്ക് തീരെയും സഹിക്കാൻ കഴിയാത്ത വയറുവേദനയാണ്. ഈ വേദന അവിടുത്തെ ഈ ഭക്തനെ വല്ലാതെ തളർത്തുന്നു. ഇപ്പോൾ അത് ഇടയ്ക്കിടെ വരുന്നുണ്ട്. അങ്ങ് വിചാരിച്ചാൽ ഇത് നിഷ്പ്രയാസം മാറ്റാൻ സാധിക്കും. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭഗവാൻ അത് കേൾക്കാത്ത ഭാവത്തിൽ നിന്നു. ഇങ്ങനെ പലതവണ പറഞ്ഞിട്ടും ഭഗവാൻ മറുപടി അരുൾ ചെയ്തില്ല. അതിനാൽ അദ്ദേഹം തൻ്റെ സുഹൃത്തും ദക്ഷിണാമൂർത്തി ഭക്തനുമായ ഒരു യോഗീശ്വരനോട് ഈ കാര്യം പറഞ്ഞു. ആ യോഗീശ്വരൻ കുറച്ച് സിന്ദൂരം കൊടുക്കുകയും അതിൽ വില്വമംഗലം വാങ്ങി സേവിക്കുകയും ഉടൻ തന്നെ വയറുവേദന മാറുകയും ചെയ്തു. പിന്നീടൊരിക്കൽ ഭഗവാൻ പ്രത്യക്ഷനായപ്പോൾ തൻ്റെ ഉദരവ്യാധി മാറിയതായി അദ്ദേഹം ഭഗവാനെ അറിയിച്ചു. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, വില്വമംഗലം, ഞാൻ ഈ ജന്മം കൊണ്ട് അങ്ങയുടെ കർമ്മഫലം തീർക്കാൻ വിചാരിച്ചതായിരുന്നു. പക്ഷേ അങ്ങ് അത് 3 ജന്മം കൂടെയാക്കി. വില്വമംഗലം, എന്നെ ആര് എങ്ങനെ ശരണം പ്രാപിക്കുന്നുവോ അവരെല്ലാം സുഹൃതം ചെയ്തവരാണ് എന്ന് മനസ്സിലാക്കുക. അല്പം വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാകുമെങ്കിലും അവരുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു കൊടുക്കുന്നതാണ്. ഈ ജീവിതത്തിലെ സുഖം ദുഃഖങ്ങൾ എല്ലാം സഹിച്ച് അവർ എന്നിൽ എത്തിച്ചേരുന്നു. മറിച്ച് എന്നെ ഭജിക്കാത്തവർക്ക് പിന്നെയും പല പല നീചജന്മങ്ങൾ ജനനവും മരണവും തുടർന്നു കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ മരങ്ങളാവാം, പക്ഷികളാവാം, മൃഗങ്ങളാവാം. അങ്ങേക്ക് ഈ ജന്മം തന്നെ മോക്ഷപ്രാപ്തി വരുത്താൻ വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കാതെയിരുന്നത്. അങ്ങേക്ക് ഇനി 3 ജന്മം കൂടെ ജനിക്കേണ്ടി വരും. 3-ാമത്തെ ജന്മത്തിൽ അങ്ങ് എന്നിൽ എത്തിച്ചേരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. ഇത് കേട്ടപ്പോൾ സ്വാമിക്ക് വല്ലാത്ത വിഷമമായി. ഇനിയുള്ള 3 ജന്മങ്ങളിൽ താൻ ആരായിരിക്കുമെന്ന് അറിയാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ 3-ാമത്തെ ജന്മം താൻ ഒരു തുളസിച്ചെടിയായിരിക്കുമെന്നും അതിലൂടെ തനിക്ക് സായുജ്യം ലഭിക്കുമെന്നും മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം 3-ാമത്തെ ജന്മത്തിൽ ഒരു തുളസിച്ചെടിയായി ശ്രീകോവിലിൽ നിന്നും തീർത്ഥമൊഴുകി വരുന്ന ഓവിൽ ജന്മം കൊണ്ടു. ഒരു ദിവസം ശാന്തി അഭിഷേകം കഴിഞ്ഞ് ഭഗവാന് ചന്ദനവും പൂവും ചാർത്താൻ ഭവിച്ചപ്പോൾ തുളസിയില്ല. മുറ്റത്തെങ്ങാനുമുണ്ടോ എന്ന് നോക്കി, അവിടെയുമില്ല. ഒടുവിൽ തീർത്ഥമൊഴുകി വരുന്ന ഓവിലൊരു തുളസിച്ചെടി നിൽക്കുന്നത് ശാന്തി കണ്ടു. ശാന്തി ഒരു ഇല എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് വേരോടുകൂടെ ഇളകി വന്നു. ഈ കാഴ്ച കണ്ട് ജപിച്ചുകൊണ്ടിരുന്ന ഒരു ബ്രാഹ്മണൻ അത് മുഴുവനായി വിഗ്രഹത്തിൽ ചാർത്തിക്കോളൂ എന്ന് പറയുകയും അദ്ദേഹം അപ്രകാരം ചെയ്യുകയും ചെയ്തു. ആ തുളസി ഭഗവാനോട് ചേരുകയും ചെയ്തു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്, ഭഗവാനെ പൂജിക്കുന്നവർക്ക് കുറച്ച് കഷ്ടദുഃഖങ്ങൾ സഹിക്കേണ്ടി വന്നാലും മോക്ഷം നിശ്ചയമാണ്. അപ്പം ഇതുപോലെ എല്ലാ ഭക്തന്മാർക്കും ഭഗവാൻ തരുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും ഒരുപോലെ കാണാനും അതിലൂടെ ഭഗവാനിലേക്ക് ലയിച്ച് തീരാനും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹരേ ഗുരുപവനേശ ശരണം. ഹരേ കൃഷ്ണ. രാധേ കൃഷ്ണ.